ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കസ്റ്റേർഡ് റെസിപ്പിയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിലും വളരെ രുചികരവുമായിട്ട് ഈ ഫുഡ് കസ്റ്റേർഡ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുവാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുവാനും മറക്കല്ലേ. ഇതെങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. വളരെ രുചികരമായ ഫുഡ് കസ്റ്റേർഡ് തയ്യാറാക്കുവാനായി ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 ലിറ്റർ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പാൽ നല്ലപോലെ തിളച്ച് വരുവോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പശുവിൻ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫ്ലെയിം നന്നായി കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പാൽ നന്നായിട്ടൊന്ന് ചൂടായി തിളച്ച് വരുവോളം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരല്പസമയം കൊണ്ട് തന്നെ നമ്മുടെ പാൽ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി ചേർക്കുവാനുള്ളത് കസ്റ്റേർഡ് പൗഡറാണ്. വാനില ഫ്ലേവറിൻ്റെ കസ്റ്റേർഡ് പൗഡറാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിനായി ഞാൻ 1/2 ഗ്ലാസ് പാൽ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലോട്ട് 8 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എടുത്തു വെച്ച മിക്സ് തിളപ്പിച്ച പാലിലോട്ട് വെച്ച് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അല്ലായെങ്കിൽ കട്ട പിടിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വേഗത്തിൽ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഒരു രീതിക്ക് കട്ടയൊന്നുമില്ലാതെ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതുവരെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് കൊടുക്കാം. ഇത് തിളക്കുന്ന അത്രയും സമയം നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഞാൻ ഇതിനായി എടുത്തിട്ടുള്ളത് വാനില ഫ്ലേവറിൻ്റെ കസ്റ്റാർഡ് പൗഡറാണ്. അതല്ല നിങ്ങൾ ഫ്ലേവറൊന്നും ഇല്ലാത്ത കസ്റ്റാർഡ് പൗഡറാണ് എടുക്കുന്നത് എങ്കിൽ അല്പം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതല്ല എങ്കിൽ അല്പം വാനില എസൻസും ചേർക്കാം. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് നല്ലപോലെ കുറച്ച് വെച്ചതിന് ശേഷം അതിലോട്ട് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1/2 ഗ്ലാസ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഈ പഞ്ചസാരയൊന്ന് അതിൽ നല്ലപോലെ മെൽറ്റായി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് റൂം ടെമ്പറേച്ചറിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മിക്സർ റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സുകൾ ചേർത്ത് കൊടുക്കാം. പുളിയില്ലാത്ത ഫ്രൂട്ട്സ് എത്ര വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ ആപ്പിൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് പച്ചമുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല മധുരമുള്ള മുന്തിരിയാണ്. ചുവന്ന മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ല മധുരമുള്ള മുന്തിരിയാണ്. പുളിയില്ലാത്ത ഏത് ഫ്രൂട്ട്സും ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്ലേവറൈറ്റ് ആയിട്ടുള്ള ഉറുമാമ്പഴം ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സുകളെല്ലാം ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഫ്രൂട്ട്സ് എല്ലാം ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം 1/2 മണിക്കൂർ കഴിയുകയാണെങ്കിൽ ആ ഫ്രൂട്ട്സിൻ്റെ നീരെല്ലാം അതിലേക്ക് ചേർന്ന് ഒന്ന് ലൂസായി വന്നിട്ടുണ്ടാകും. ഇതിപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇത് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ സേവ് ചെയ്യാം. അതല്ലെങ്കിൽ 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതിന് ശേഷം സേവ് ചെയ്യാവുന്നതുമാണ്. ഇപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കസ്റ്റേർഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും വീട്ടിൽ ഫ്രൂട്ട്സ് കസ്റ്റേർഡ് തയ്യാറാക്കി നോക്കുക. ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുവാൻ മറക്കല്ലേ. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കസ്റ്റേർഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.